വഴിയായിട്ട് ജ്ഞാനായക്കാരനും ജ്ഞാനായക്കാരല്ലാത്തൊരു വ്യക്തിയും തമ്മിലുള്ള ബന്ധം ഉണ്ടായി കഴിയുമ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് കോട്ടയത്ത് ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെയും ചെയ്യുന്നത്, അവരോട് പറയും, നിങ്ങളുടെ കുടുംബത്തിന് ഉചിതമായ അജപാലന ശുശ്രൂഷ ലഭിക്കുന്നതിന് ഏറ്റവും നല്ല മാർഗം നിങ്ങൾ ഭാര്യയും ഭർത്താവും മക്കളും ഒന്നിച്ച് ഇവിടെയുള്ള ലോക്കൽ പാരിഷിൽ അംഗങ്ങളാവുന്നതാണ്. അത് സാധ്യമല്ല, ഞാൻ ജ്ഞാനായക്കാരനായും എനിക്ക് ഇവനെ തന്നെ തുടരണം എന്ന് നിർബന്ധം പറഞ്ഞാൽ തുടരാം. As a Granite, you are entitled to be member of the Gnanaya parish, but not your wife and children, or not your husband and children. ഇത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ അന്ന് തന്നെ പറഞ്ഞതാണ്. അങ്ങനെയാണ് ജ്ഞാനായ പാരീഷസ് ഇവിടെ സ്ഥാപിച്ചത്. ജ്ഞാനായ പാരീഷ് സ്ഥാപിക്കുകയും ജ്ഞാനായ വൈദികരെ ആ പാരീഷത്ത് ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു. അതാണ് ഇപ്പോഴുള്ള സംവിധാനം. ഇതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഒന്നുകൂടി കൊടുത്തു എന്നുള്ളത് കവിഞ്ഞ് മാറ്റം വരുത്താൻ ഒന്നും അതിനകത്തില്ല. പിതാവ് സ്ഥാപിച്ചു തന്നതും ഇപ്പോൾ നിലവിലുള്ളതും ജ്ഞാനായ പാരീഷസാണ്. ജ്ഞാനായ പാരീഷസിൽ ജ്ഞാനായക്കാരല്ലാത്തവർക്ക് ഒരു കാരണവശാലും അംഗത്വം കൊടുക്കാൻ സാധ്യമല്ല. അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നു. ജ്ഞാനായക്കാരായവർക്ക് ഈ ജ്ഞാനായ ഇടവകയിൽ തുടരാനുള്ള ആ ഒരു അവകാശം നമ്മൾ അംഗീകരിക്കുന്നു. അതേസമയം അവരോട് പറയുന്നതാണ്, അവർ തുടർന്നാൽ തന്നെ അവരുടെ ഭാര്യയോ അവരുടെ മക്കളോ അല്ലെങ്കിൽ ജ്ഞാനായക്കാര അല്ലാത്ത ജീവിത പങ്കാളിയോ മക്കളോ ജ്ഞാനായ ഇടവകയിലാകാൻ പറ്റില്ല. കാരണം they are not born Gnaanites. ജ്ഞാനായ ഇടവക ജ്ഞാനായക്കാരായി ജനിച്ചവർക്ക് മാത്രമുള്ളതാണ്. അതാണ് നമ്മുടെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട്, തീരുമാനം. അഭിവന്യ വക്യപിതാവിന് എന്റെ സാന്നിധ്യത്തിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ ഉറപ്പിതാണ് ജ്ഞാനായക്കാർക്ക് തരുന്ന ഇടവകയിലെ അംഗത്വം ജ്ഞാനായക്കാർക്ക് മാത്രമായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ഉറപ്പ്. ആ ഉറപ്പിന്മേലാണ് പിന്നീട് അത് ഇടവകൾ പള്ളികളായിട്ട് പള്ളികൾ വാങ്ങുകയും ഒക്കെ ചെയ്തു. എനിക്കറിയാം, ഇവിടെ ഇരിക്കുന്ന ധാരാളം ആളുകൾ വളരെയേറെ താല്പര്യപൂർവ്വം പങ്കെടുത്ത അല്ലെങ്കിൽ പരിശ്രമിച്ച സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് മേവുഡ് പള്ളി വാങ്ങിയ അവസരത്തിൽ നിങ്ങൾക്കറിയാം, അതൊരു പ്രശ്നമുള്ളത്. ജ്ഞാനായ ഇടവക ഇപ്രകാരം നമുക്ക് നൽകാമെന്ന് പിതാവ് നമ്മളോട് സമ്മതിച്ച ശേഷം പിതാവിന്റെ മേലെ വളരെ ശക്തമായ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രത്യേക ഇടവകകൾ ജ്ഞാനായക്കാർക്ക് കൊടുക്കുന്നതിനെതിരായിട്ട് പല സ്ഥലത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ പിതാവ് എങ്കിലും നമ്മളോട് പറഞ്ഞ ആ ഒരു വാക്ക് പാലിച്ചുകൊണ്ട് നമുക്ക് നൽകുകയാണ് ചെയ്തത്. ആദ്യമായിട്ട് ഒരു ഇടവക പള്ളി നമുക്കുണ്ടായത് മേവുഡിലാണ്. മേവുഡിലെ പള്ളി വാങ്ങാനായിട്ട് വന്ന അവസരത്തിലും വളരെയേറെ സന്ദേഹങ്ങളും വളരെയേറെ സംശയങ്ങളും ബുദ്ധിമുട്ടുകളും ആകുലതകളും ഒക്കെ ആളുകൾക്കുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ ചിക്കാഗോയിൽ നിന്നുള്ളവർക്ക് കൂടുതലായിട്ട് അറിയാം. അവസാനം ആ പള്ളി വാങ്ങാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ വളരെയേറെ ചർച്ചകൾക്ക് ശേഷമാണ് എടുത്തു കഴിഞ്ഞപ്പോൾ അങ്ങാടിത്തെ പിതാവ് അന്നേരം നമ്മളോട് പറഞ്ഞൊരു കാര്യം ഇതാണ്: 500 പേരെങ്കിലും ഒപ്പിട്ട് ഇതിന് അപേക്ഷ തന്നാൽ മാത്രമേ, അല്ലെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ ഇതിന് അനുവാദം തരൂ എന്ന് പറഞ്ഞു. ഞാനും കുന്നശ്ശേരി പിതാവും അന്ന് ഇവിടെ വന്നത് വാസ്തവത്തിൽ ആദ്യത്തെ ഇടവകയുടെ ഉദ്ഘാടനത്തിനായിരുന്നു. പിറ്റേ ദിവസം ഞങ്ങൾ രണ്ടുപേരും നാട്ടിലേക്ക് പോവുകയാണ്. ആ സാഹചര്യത്തിലാണ് പിതാവ് ഇത് പറഞ്ഞത്. അതുകൊണ്ട് അത് നടക്കില്ല എന്നുള്ള ചിന്തയാണ് എല്ലാവർക്കും ഉണ്ടായത്. എന്നാൽ പിറ്റേന്ന് വൈകുന്നേരം തന്നെ നമ്മുടെ ആളുകൾ 500-ലേറെ ആളുകളുടെ ഒപ്പിട്ട് വന്ന് പിതാവിന്റെ കയ്യിൽ ആ ഒരു സന്നദ്ധത അറിയിച്ചു കൊടുക്കുകയും അവിടെ വെച്ച് തന്നെ കുന്നശ്ശേരി പിതാവിന്റെ എന്റെയും സാന്നിധ്യത്തിൽ ആദ്യത്തെ ഇടവക ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തു, ജ്ഞാനായ സെക്രട്ടറി ഹാർട്ട് പാരിഷ്. തുടർന്ന് മറ്റ് സ്ഥലങ്ങളിൽ ഇടവകൾ സ്ഥാപിക്കുകയുണ്ടായി. ശരിയാണ്, ഓരോ സമയത്തും ഈ ഇടവകയെക്കുറിച്ചുള്ള ആകുലതകളും സംശയങ്ങളും പലരും ഉയർത്താറുണ്ടായിരുന്നു. അപ്പൊ നമുക്കതിനകത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഇതാണ്: ഈ ഇടവകളെല്ലാം ജ്ഞാനായ ഇടവകയാണ്, അതായത് ജ്ഞാനായക്കാർക്ക് മാത്രമുള്ള ഇടവകയാണ്. ഇതാണ് റോമിൽ നിന്ന് തന്ന നിർദ്ദേശത്തിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു സഭാ സംവിധാനം. അതാണ് നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നത്. അത് ഇപ്പോഴും ഉണ്ട്. എനിക്ക് തോന്നുന്നത്, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച്, നമ്മുടെ ഇടവുകൾ ഉണ്ടായതിന്റെ ഫലമായിട്ട് നമ്മുടെ ഈ സമൂഹത്തിന് വലിയ ഒരു വളർച്ച ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നോട് പറയുന്നത്, ഞാൻ കാണുന്നത്, ഞാൻ പള്ളികളിൽ വരാറുണ്ട്. ഇവിടെ വരുന്ന അവസരങ്ങളിലൊക്കെ പലപ്പോഴും പള്ളികളിൽ വരികയും കുർബാനയിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ പള്ളികൾ നമ്മുടെ ജ്ഞാനായ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ശക്തി സ്രോതസ്സായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ നമ്മള് റോമിനോട് ആവശ്യപ്പെട്ടിരുന്നതനുസരിച്ചുള്ള എൻഡോഗമസ് ഇടവക എന്നുള്ള ആശയം റോം ഇതുവരെ നമുക്ക് അംഗീകരിച്ചു തന്നിട്ടില്ല.
അത് തരാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള നിലപാടിൽ ഇപ്പോഴും തുടരുകയാണ്. നമ്മൾ വീണ്ടും റോമിനോട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ഒരു തീരുമാനം തരാൻ ബുദ്ധിമുട്ടാണെന്നാണ് റോമിൽ നിന്നുള്ള കാഴ്ചപ്പാട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് നമുക്ക് ജ്ഞാനായ ഇടവക എന്നുള്ള ആശയം ഉണ്ടായതും ജ്ഞാനായ ഇടവകൾ സ്ഥാപിച്ചതും. ഇത് ഞാൻ പറഞ്ഞത് ഇതേക്കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഇടവക സ്ഥാപിക്കുന്ന കാര്യത്തിലോ ആ ഇടവകയുടെ സ്ട്രക്ചർ സംബന്ധിച്ചോ ഔദ്യോഗികമായിട്ട് ഒരു കാര്യം പറയാൻ എനിക്ക് അവകാശമില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം കോട്ടയം മെത്രാന് സിറോ മലബാർ രൂപതയുടെ സിറോ മലബാർ സഭയുടെ അതിർത്തിക്ക് പുറത്തുള്ള കാര്യങ്ങളിൽ ഇടപെടരുത് എന്നുള്ള കാര്യം കുന്നശ്ശേരി പിതാവിനോട് വളരെ വ്യക്തമായിട്ട് റോമിൽ നിന്ന് 2 പ്രാവശ്യം എഴുതി കൊടുത്തതാണ്. അത് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം നമ്മുടെ ഓരോ സഭയുടെ നിയമം അനുസരിച്ച് ഒരു മെത്രാന് നൽകപ്പെട്ട അധികാര പരിധിക്ക് പുറത്തുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇടാൻ പാടില്ല എന്നുള്ളതാണ് സഭയുടെ കാഴ്ചപ്പാട്. അപ്പോൾ ഞാൻ പറഞ്ഞത് റോമിൽ നിന്ന് കിട്ടിയതാ. റോമിൽ നിന്ന് കർദിനാൾ സിൽവസ്ത്രീന്റെ കാലത്ത് പിതാവിന് കിട്ടിയ കത്താണത്. അപ്പോ അങ്ങനെ കിട്ടിയത് കൊണ്ട് ആണ് പിന്നീട് 1-2 പ്രാവശ്യം നമ്മൾ ഈ കാര്യത്തിൽ ഇടപെട്ട അവസരത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് വഴിയാണ് റോമിലേക്ക് നമ്മൾ കോണ്ടാക്ട് ചെയ്തത്. കാരണം ഡയറക്റ്റ് ആയിട്ട് കോട്ടയത്തെ മെത്രാപ്പോലീത്ത ചെയ്യാൻ പാടില്ല എന്ന് റോം പറഞ്ഞതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു ചുരുക്കം. അപ്പോൾ ഈ ഇവിടെയുള്ള കാര്യങ്ങളിൽ എൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാവുന്നത് ഒരു ജ്ഞാനായക്കാരൻ എന്നുള്ള നിലയിലും ജ്ഞാനായക്കാർക്കായി സ്ഥാപിതമായിട്ടുള്ള ഏക രൂപതയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയിലും സാധിക്കുന്നത് പോലെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള ജ്ഞാനായക്കാരെ ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് സഭാ നിയമങ്ങൾക്ക് വിധേയമായിട്ട് മാത്രമാണ് പ്രവർത്തിക്കാൻ സാധിക്കുക. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ഇടവകളെ സംബന്ധിച്ച് പറഞ്ഞാൽ അവ ജ്ഞാനായ ഇടവകകൾ എന്ന് അറിയപ്പെടാൻ കാരണം ജ്ഞാനായക്കാരല്ലാത്ത ആർക്കും അതിൽ മെമ്പർഷിപ്പ് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള നമ്മുടെ നിലപാട് അന്ന് പിതാവ് അംഗീകരിച്ചതുകൊണ്ടാണ്. ആ നിലപാട് മാറ്റി മറ്റൊരു നിലപാട് എടുക്കാനായിട്ട് നമ്മൾ താല്പര്യമില്ല. അത് നമുക്ക് ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം പിതാവിനോട് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പറയേണ്ടിയും വരും തീർച്ചയായിട്ടും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായെന്നാൽ ഇപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായ ചില നീക്കങ്ങളിൽ അങ്ങനെ ഒരു സന്ദേഹം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് തന്നിട്ടുള്ള ജ്ഞാനായ ഇടവകൾ എന്ന് പറയുന്നത് ജ്ഞാനായക്കാർക്ക് മാത്രം അംഗത്തുള്ള ഇടവകളായിട്ട് നിലനിർത്താനും അങ്ങനെ ജ്ഞാനായ സമൂഹത്തിന്റെ സഭാ സംവിധാനം വളർത്തിക്കൊണ്ടുപോകാനുമാണ് നമ്മൾ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തത്. ഇനി അതേ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചിന്തിക്കാം. എനിക്ക് സാധിക്കുന്നത് അക്കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണകരമായിട്ടുള്ള നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ഉപദേശങ്ങളോ തരാനുണ്ടെങ്കിൽ തരാൻ സാധിക്കുമെന്നല്ല തീരുമാനമെടുക്കാൻ എനിക്കാവില്ലല്ലോ. കാരണം സഭാപരമായിട്ട് എനിക്ക് ഇവിടുത്തെ ഇടവകയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുമാണ് ഇന്ന് ജ്ഞാനായ ഇടവകയിലെ അംഗങ്ങളായിട്ട് ഇവിടെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ. ആ ഇടവകകളുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ച് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ഇടവകയിൽ ഒന്നിച്ചു ചേർന്ന് ആലോചിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിച്ചാൽ നമുക്കൊരു വളർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതാണ് എൻ്റെ പ്രതീക്ഷ. അതല്ലെങ്കിൽ തീർച്ചയായിട്ടും എങ്ങനെ വേണമെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാം, ചിന്തിക്കാം. എനിക്ക് അതേക്കുറിച്ച് അറിയാവുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ സഭയുടെ സംവിധാനങ്ങളിൽ നിന്നുകൊണ്ട് നൽകാവുന്ന നിർദ്ദേശങ്ങൾ നൽകാനേ എനിക്ക് സാധിക്കുള്ളൂ. ഇതാണ് എനിക്ക് ആത്മീയമായിട്ട് പറയാനുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ ടോക്കി. താങ്ക് യു പിതാവേ. എക്സ്ക്യൂസ് മീ, ജയമനം തരുന്നതിന് മുമ്പ് എനിക്കൊരു നിങ്ങൾക്കറിയാം, ഈ കൺവെൻഷൻ ഇവിടെ നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുവാനായിട്ട് ധാരാളം വ്യക്തികൾ വളരെ സന്തോഷത്തോടെ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. അതനുസരിച്ച് എന്നോട് നാട്ടിൽ നിന്നും ബഹുമാനപ്പെട്ട സ്റ്റീഫൻ വെട്ടുവേലച്ചൻ ഒരു താല്പര്യം പ്രകടിപ്പിച്ചതനുസരിച്ച് ഔദ്യോഗികമായിട്ട് അച്ഛനെ ഞങ്ങൾ ഈ കൺവെൻഷനിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. നമുക്ക് വളരെ നല്ല സെമിനാറുകൾ സംഘടിപ്പിക്കാം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിലും നമ്മുടെ ടൈറ്റ് പ്രോഗ്രാം കൊണ്ട് അതിനൊന്നും അവസരം നമുക്ക് കിട്ടിയിട്ടില്ല. അതിന്റെ വെളിച്ചത്തിൽ അടുത്തതായിട്ട് ഞാൻ ഒരു ചെറിയ ഒരു പ്രഭാഷണത്തിന് വേണ്ടിയിട്ട് വെട്ടുവല്യച്ചനെ ഞാൻ ക്ഷണിക്കുകയാണ്. താങ്ക് യു. ടോമി, ഈ മുറിയിലെ വളരെ പ്രൈവറ്റ് ആയിട്ട് നടക്കുന്ന, കോൺഫിഡൻസ് ആയിട്ട് നടക്കുന്ന ഒരു മീറ്റിംഗ് ആണ്. ഇവിടെ എടുക്കുന്ന ഫോട്ടോഗ്രാഫ്സോ ഇവിടെ നടക്കുന്ന പരാമർശങ്ങളോ പുറത്തു പോകാൻ പറ്റത്തില്ല. ഇത് ജ്ഞാനായക്കാർക്ക് മാത്രമുള്ളതാണ്. ഇവിടെ വീഡിയോ എടുക്കുന്നതോ റെക്കോർഡ് ചെയ്യുന്നതോ ഇത് നമ്മൾ പ്രതീക്ഷിക്കാത്ത പല പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ മുറിക്കകത്ത് നടക്കുന്ന സംഭവങ്ങൾ ഇവിടെ തന്നെ ഇരിക്കണം എന്നെനിക്കൊരു നിർദ്ദേശമുണ്ട്. KCSN അനുവദിക്കാത്ത ആരും ഇവിടെ ഫോട്ടോഗ്രാഫ്സോ വീഡിയോഗ്രാഫ്സോ എടുക്കാൻ സമ്മതിക്കാൻ പറ്റത്തില്ല. താങ്ക് യു. എനിക്കൊന്ന് അദ്ദേഹം പറഞ്ഞ മനസ്സിലായി. താങ്ക് യു. ഇല്ല, KCSN
KCCN അപ്രൂവ്ഡ് അല്ലാത്ത യാതൊരു വീഡിയോഗ്രാഫിയോ ഇവിടെ അലൗഡ് അല്ല. താങ്ക് യു വെരി മച്ച്. ഔദ്യോഗികമായിട്ട് KCCN ഓക്കെ, അച്ഛന്റെ അവസരം പിന്നീട് തരുന്നതാണ്. ആദ്യം ഇവിടെ ജയമോൻ നന്ദികാട്ട് അവിടെ ഇരിക്കേ. നിങ്ങളുടെ മേഖലയിലേക്ക് വരാം. ജയമോൻ നന്ദികാട്ട് ഇവിടെ കൈ ഉയർത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അവസരം കൊടുക്കുകയാണ്. ഹലോ, ഓക്കെ. ബഹുമാനപ്പെട്ട പിതാവേ, ഇവിടെ ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാതെ തന്നെ എനിക്ക് പറയാനുള്ള കാര്യം ഞാനങ്ങോട്ട് പറയാണ്. സഭയിൽ അടിസ്ഥാനപരമായിട്ട് വേണ്ട ഒരു ഘടകമാണ് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അനുസരണ എന്നുള്ളത്. ഓക്കെ, ആ അനുസരണ എന്ന് പറയുന്ന ആ അനുസരണ പരിപൂർണമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ട് അനുസരണയോട് കൂടിയിട്ട് ഞാൻ പിതാവിൻ്റെ അടുത്ത് പിതാവിനോട് ചേർന്ന് എടുത്തിരിക്കുന്ന ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനം എന്ന് പറയുന്നത്, സഭ എടുക്കുന്ന തീരുമാനം എന്താണേലും ആദ്യമേ തന്നെ അതിൻ്റെ ഗുണദോഷങ്ങളെപ്പറ്റി മനസ്സിലാക്കുന്നതിന് വിവേചിച്ചറിയുന്നതിന് പകരമായിട്ട് സ്വന്തമായി സഭയുടെ പിതാക്കന്മാർ പറയുന്നത് കേൾക്കുക എന്നുള്ള ആ വസ്തുത അത് പരിപൂർണമായും ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ ഉണ്ടായിരിക്കുന്ന സഭാ സംവിധാനത്തിന്റെ കൂട്ടത്തിൽ കൂടിയ ഒരു വ്യക്തിയാണ് ഞാൻ. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെ നിരവധിയായ പല പ്രശ്നങ്ങളും ചർച്ചകൾക്ക് വിധേയമായി ഇവിടെ സോഷ്യൽ മീഡിയ കൂടെയൊക്കെ പല രീതിയിലും വന്നിരുന്നു. ഇപ്പൊ പിതാവ് തന്നെ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് പിതാവിന് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ പിതാവ് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് പിതാവിനോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം അതായത് 2012 ഡിസംബറിൽ അങ്ങാടിത്തെ പിതാവ് ഇറക്കിയിരിക്കുന്ന ഇടയലേഖനത്തെ തുടർന്ന് ഞാനും എൻ്റെ കൂട്ടത്തിലുള്ള കുറച്ച് കൂട്ടുകാർ കൂടെ കൂടിയിട്ട് അങ്ങാടിത്തെ പിതാവിനെ മൊത്തം 4 തവണ ഞാൻ കണ്ട് സംസാരിച്ചതാണ്. പിതാവിന്റെ വായിൽ നിന്ന് എനിക്ക് വിറ്റ്നസ്സും ഉണ്ട്. ദിസ് ഇസ് നോട്ട് എ വൺ മാൻ ഷോ. ഓക്കെ, ഞാൻ ഒറ്റയ്ക്കല്ല പോയിരിക്കുന്നത്. പിതാവ് അവിടെ എഴുതിയിരിക്കുന്ന ഇടയലേഖനത്തിനെ ബേസ് ചെയ്തുകൊണ്ട് പിതാവ് വളരെ വ്യക്തമായും സുദൃഢമായും പറഞ്ഞിരിക്കുകയാണ്, ഇത് ഫുൾ മെമ്പർഷിപ്പാണ് കൊടുത്തിരിക്കുന്നത്, ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന സിംഗിൾ മെമ്പർഷിപ്പ് അല്ല. ക്രാനായ സമുദായത്തിൽ നിന്ന് വിവാഹം കഴിച്ച് പുറത്തു പോയ ആൾക്കാരും എൻ്റെ എപ്പാർക്കിയിൽ മെമ്പേഴ്സാണ്. ഓക്കെ, ഇവിടെ ഞങ്ങൾക്കൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ആ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് പിതാവ് മാറ്റി തന്നേ പറ്റത്തുള്ളൂ. പിതാവ് കഴിഞ്ഞ ദിവസം വളരെയധികം നല്ല ഉദ്ഘാടന പ്രസംഗത്തിൽ നല്ല രീതിയിൽ ഇവിടെ ഒരു പ്രസന്റേഷൻ നടത്തി. ഞങ്ങളെല്ലാവരും നല്ല രീതിയിൽ കൈയടിച്ചു. ഓക്കെ, ഞാൻ ചിക്കാഗോയിൽ താമസിക്കുന്ന ഒരാളാണ്. ഞങ്ങൾക്കൊരു കുറവുണ്ട് ചിക്കാഗോക്കാർക്ക്. ചിക്കാഗോയുടെ കുറവെന്ന് പറയുന്നത്, പിതാവിനെ പോലെ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും വരും വരായകൾ നോക്കാതെ ഞങ്ങൾ കൈയടിക്കുന്ന ഒരു സ്വഭാവം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ അന്ന് വളരെയധികം കൈയടിച്ചു. ഓക്കെ, അത് കഴിയുമ്പോഴാണ് ഞങ്ങൾക്ക് വിവേകം വരുന്നത്. പിതാവ് ജ്ഞാനായ എന്ന് പറയുന്നത് ഇത് ജ്ഞാനായക്കാരുടേതാണെന്ന് പിതാവ് 1000 തവണ മില്യൺ തവണ എല്ലായിടത്തും ആവർത്തിച്ച് പറയുന്നുണ്ട്. പിതാവെ, അങ്ങയോട് എനിക്ക് ചോദിക്കുവാനുള്ളത് ഒന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് ബോധ്യമായതും ഞങ്ങൾ പരിപാലിച്ചു വരുന്നതും തലമുറ കിട്ടിയതുമായ ജ്ഞാന എന്ന് പറയുന്ന ആ അർത്ഥസമ്പുഷ്ടമായ ആ ഒരു വംശീയതയുടെ അർത്ഥത്തിന് വിരുദ്ധമായ ഒന്ന് അങ്ങ് കാണുന്നുണ്ടോ? ഉണ്ട് എങ്കിൽ അത് അംഗീകരിക്കുവാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾക്കൊന്നേയുള്ളൂ, ഞങ്ങൾക്ക് മൂലക്കാട്ട് പിതാവ് എന്തെങ്കിലും പുതിയൊരു ഫോർമുല പറയുന്നുണ്ടെങ്കിൽ, റോമിൽ നിന്ന് ഞങ്ങൾക്കൊരു പുതിയ ഫോർമുല അടിച്ചേൽപ്പിക്കുന്നുവെങ്കിൽ അതല്ല ഞങ്ങളുടെ ഫോർമുല. ഞങ്ങളുടെ ഫോർമുല എന്ന് പറയുന്നത് ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങൾക്ക് കൈമാറിയിരിക്കുന്ന ഫോർമുലയാണ്. ആ ഫോർമുലയ്ക്ക് വിധേയമായ ഒരു കാര്യത്തിനെ മാത്രമേ ഞങ്ങൾക്ക് അംഗീകരിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, ഇനി രണ്ടാമതൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, പിതാവ് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ബൈബിളിനെ പറ്റി നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ബൈബിളിലെ അടങ്ങിയിരിക്കുന്ന ദൈവിക രഹസ്യങ്ങൾ പരിശുദ്ധാത്മാവ് അനുദിനം നമ്മൾക്ക് വെളിപ്പെടുത്തി തരുമെന്ന്. ക്രാനായ സമുദായത്തിന്റെ അസ്തിത്വം ബൈബിളിൽ അടങ്ങിയിരിക്കുകയാണ്. അത് പരിശുദ്ധാത്മാവ് നമ്മൾക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട് ഓരോ നിമിഷവും. കണ്ണുണ്ടായാൽ മാത്രം മതി. പഴയ നിയമത്തിലൂടെ ആദിപിതാവ് അബ്രാഹത്തിലൂടെ നടന്നു വരികയാണ്. കോട്ടയത്തെ ജുഡിസ്ട്രിക്ഷനും കേരള ജുഡിസ്ട്രിക്ഷന്റെ പുറത്തുള്ള ജീവിക്കുന്ന ഞങ്ങള് നോർത്ത് അമേരിക്കയിലും ഓസ്ട്രേലിയയിലും UK-യിലേക്കും ബുദ്ധിമുട്ടുണ്ട്. ബിക്കോസ് we know this place better than the Achamara and the Pidakamara who is coming here, because we know what our children face on a daily basis, and we think it is important that they become part of the Latin English church because they understand how to interpret the local problems in a spiritual way.
സോ അത് കാരണം ഞങ്ങൾക്കൊരു ആവശ്യം പിതാവിന് ഇത് സാധിക്കുമെന്നുള്ളതാണ്. ഞങ്ങളുടെ പിള്ളേർക്ക് ഇംഗ്ലീഷ് ലാറ്റിൻ കുർബാന ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴത്തേനും ഉണ്ടാക്കാനുള്ള സംവിധാനം ജുഡീഷ്യലി പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങളുടെ പിള്ളേർക്കും ഞങ്ങൾക്കും ലാറ്റിൻ രൂപയെ ചേരാനുള്ള ഒരു സംവിധാനം ഉണ്ടോ എന്നറിയാവാനുള്ള. താങ്ക് യു. ഈ റെനി പറഞ്ഞതിൽ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ശരിയാണ്. കാരണം ഞാൻ ഇക്കാര്യത്തിൽ ആദ്യം മുതലേ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെയാണ് പറഞ്ഞിരുന്നതെന്ന് എന്റെ വിചാരം. ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. നമുക്ക് എൻഡോഗമസ് പാരിഷ് തരാൻ സാധ്യമല്ല എന്ന് റോം പറഞ്ഞ അവസരത്തിലാണ് ക്നാനായ പാരിഷ് എന്നുള്ള ആശയം പറഞ്ഞതും നടപ്പിലാക്കിയതും. അത് ഞാൻ പള്ളി സ്ഥാപിക്കാനായിട്ട് ആളുകളോട് പറഞ്ഞ അവസരത്തിലൊക്കെ അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കൂടി എല്ലാവർക്കും അറിയാം. ഒരിക്കൽ പോലും ഞാൻ മാറ്റി പറഞ്ഞിട്ടില്ല. എൻഡോഗമസ് പാരിഷ് തരാൻ പറ്റില്ല എന്ന് റോം പറഞ്ഞതിന്റെ വെളിച്ചത്തിലാണ് ക്നാനായ പാരിഷ് എന്നുള്ള ആശയം നടപ്പിലാക്കാൻ പരിശ്രമിച്ചത്. ഞാനും ആഗ്രഹിക്കുന്നത് നമ്മുടെ ആളുകൾക്ക് ഇങ്ങനെയുള്ള എൻഡോഗമസ് പാരിഷ് ഉണ്ടാകണം, എൻഡോഗമസ് കമ്മ്യൂണിറ്റി ആയിട്ട് നിലനിൽക്കണം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മളിവിടെ സ്ഥാപിച്ച എല്ലാ പള്ളികളും പ്രാക്ടിക്കലി എൻഡോഗമസ് ആയിട്ട് തന്നെയാണ് പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഒരു പള്ളിയിൽ പോലും അല്ല കാണാം. ഞാൻ മനസ്സിലാക്കിയത് പിതാവ് അങ്ങനെ പറഞ്ഞെങ്കിലും അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഒരു റീത്ത് മാറാനുള്ള സാഹചര്യമുണ്ട്. അതിന് സഭാ നിയമങ്ങൾ അനുസരിച്ച് ചെയ്യാം. അതിനൊരു പ്രശ്നമില്ല. താങ്ക് യു. അടുത്ത ഈ സൈഡിൽ നിന്നാണ്. താങ്ക് യു. ഹൂസ് നെക്സ്റ്റ്? എബി ഈ സൈഡിൽ. എനിക്ക് പോകാനായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ്. പിതാവേ, എൻ്റെ പേര് കുഞ്ഞുമോള്. ഞാൻ ന്യൂയോർക്കിന്റെ പ്രസിഡന്റാണ്. ഞാൻ കണ്ടതിൽ നമ്മുടെ മിഷൻ വന്നതിൽ പിന്നെ നമ്മുടെ 2 ഗ്രൂപ്പാണ്, 2 സ്പ്ലിറ്റ് ആയിപ്പോയി. അതിനു മുന്നേ ഞങ്ങൾ ഒരു പ്ലേറ്റിൽ നിന്നാണ് ചോറുണ്ടോണ്ടിരുന്നത്. അങ്ങനെ അതായത് നമ്മുടെ അസോസിയേഷൻസ് ആയിരുന്നു അന്ന് അച്ഛന്മാരെ കൊണ്ടുവന്നിരുന്നത്. ഇന്ന് പിതാവായിരുന്നല്ലോ ഇപ്പം അയച്ചിരിക്കുന്നത്. പിതാവേ, നമ്മള് ആലഞ്ചേരി പിതാവിനെ കാണുന്നത് 2013 ഫെബ്രുവരി 26-നാണ്. ഫെബ്രുവരി 26-ന് നമ്മൾ പിതാവിനെ കാണുമ്പോൾ പിതാവ് നമ്മൾ 4 പേരിരിക്കുമ്പോൾ പറഞ്ഞതാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓക്സിലറി ബിഷപ്പിനെ ആവശ്യപ്പെട്ടതാണ്, അത് ഡിനൈ ചെയ്ത് വന്ന ലെറ്റർ പിതാവിനെ കാണിച്ചതാണെന്ന്. അന്നില്ല. ദാറ്റ്സ് എക്സാക്ട്ലി ദ ഡേറ്റ്. ഐ ആം നോട്ട് ലൈയിങ് ഹിയർ. അത് ആ ജനുവരി മാസത്തെ സിനഡിൽ നടന്നതാണെന്നും ഞാൻ ആ ലെറ്റർ പിതാവിനെ കാണിച്ചതാണെന്നും ആലഞ്ചേരി പിതാവ് പറഞ്ഞതാണ്. ഇല്ലെങ്കിൽ പിതാവ് ഇപ്പൊ ഈ പറയുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു ലെറ്റർ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന തെറ്റാണെങ്കിൽ ഒരു സെക്കൻഡ് ഞാൻ ഇതൊരു ക്രെഡിബിലിറ്റിയുടെ പ്രശ്നമാണ്, എന്റെ ക്രെഡിബിലിറ്റിയുടെ പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു അതിനുശേഷമാണ് ലെറ്റർ വന്നതെങ്കിൽ ഐ നീഡ് എ കോപ്പി ഓഫ് ദ ലെറ്റർ. കാരണം ഇറ്റ് അഫക്ട്സ് മൈ ക്രെഡിബിലിറ്റി. ഒന്ന്, ഈ ലെറ്റർ പിതാവിന് എഴുതിയ കത്താണ്, അത് ഒരിക്കലും എന്നെ കാണിച്ചിട്ടില്ല. രണ്ട് അതുകൊണ്ട് തന്നെ പിതാവ് പറഞ്ഞുള്ള ആലഞ്ചേരി പിതാവ് പറഞ്ഞുള്ള അറിവ് മാത്രമാണ് എനിക്കുള്ളത്. തീർച്ചയായും. പക്ഷേ പിതാവേ, ഇനി ഈ ഷീൻസ് പറയുന്ന ഒരു കാര്യം ശരിയല്ല. അന്ന് പിതാവ് അങ്ങനെ ഒരു കത്തിന്റെ കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല. ഷീൻസ് ഉണ്ടല്ലോ. നമ്മൾ കാണുന്ന അവസരത്തിൽ ഓക്സിലറി ബിഷപ്പിന് വേണ്ടിയുള്ള നീക്കം നടത്തുന്ന കാര്യം പോലും അന്ന് പറഞ്ഞില്ല. കാരണം അത് ഒരു സിനഡിന്റെ ഡിസിഷൻ ആയിരുന്നു. പിതാവ് നമുക്ക് അനുകൂലമായ നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. ഓക്സിലറി ബിഷപ്പിന് വേണ്ടിയുള്ള നീക്കം നടത്തി എന്നുള്ള കാര്യം അന്ന് പറഞ്ഞിട്ടില്ല. കാരണം അത് സിനഡ് പബ്ലിഷ് ചെയ്യാത്ത ഡിസിഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ പിതാവെ, ഞാൻ പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇരിക്കുന്ന കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഒരു ക്രെഡിബിലിറ്റിയുടെ ഇഷ്യൂ ഉണ്ട്. ക്രെഡിബിലിറ്റി ഇഷ്യൂ. ഞാൻ ആക്ച്വലി ക്രെഡിബിലിറ്റിയിൽ വളരെ വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് ഈ എന്നെ സംബന്ധിച്ചിടത്തോളം ഐ നെവർ ഈവൻ ന്യൂ there was an effort to get an auxiliary bishop for America, right? I never had it. I never even knew, right? ആ അങ്ങനെ ഒരു സംഗതി നടന്നിട്ടുണ്ടെന്ന് ഞാൻ അറിയുന്നതും അതിന് ഡിനേ ആയെന്നും ഞാൻ അറിയുന്നത് ആ മീറ്റിംഗില്ല. അത് ഞാൻ അറിയുന്നത്. അതിന് ഇനി എനിക്ക് പ്രൂവ് ചെയ്യാൻ ലെറ്റർ കിട്ടിയേ പറ്റൂ. പിതാവ് പറഞ്ഞു ലെറ്റർ കിട്ടില്ല എന്ന് പറയുന്നു. എനിക്ക് പ്രൂവ് ചെയ്യാൻ ലെറ്റർ കിട്ടിയേ പറ്റൂ.
കാരണം ദാറ്റ് ഈസ് മൈ ക്രെഡിബിലിറ്റി ഈസ് അറ്റ് സ്റ്റേക്ക് നൗ. പക്ഷേ ഓക്കെ ഇതിനകത്ത് സി എന്നെ ആരും സപ്പോർട്ട് ചെയ്യണ്ട, ബിക്കോസ് ഇറ്റ് ഈസ് മൈ ക്രെഡിബിലിറ്റി, റൈറ്റ്? രണ്ടാമത്തെ കാര്യം, ഇനി ഈ ക്രെഡിബിലിറ്റിയുടെ ഇഷ്യൂവിനെ പറ്റി ഐ എം ഫോഴ്സ്ഡ് ടു സേ, ഐ എം റിയലി സോറി, ഇതൊരു ഫാമിലി ഇവന്റ് ആണ്, ഐ ഹാവ് ടു സേ ദിസ്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ക്രെഡിബിലിറ്റിയുടെ ഇഷ്യൂ ആണ്, എനിക്കത് പ്രൂവ് ചെയ്തേ പറ്റൂ. പക്ഷേ സെക്കൻഡ് ഇഷ്യൂ ഈസ്, ഇപ്പൊ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചല്ലോ, ആരുടെയെങ്കിലും കയ്യിൽ ഡിസംബർ 20 അയച്ച അങ്ങാടി പിതാവ് അയച്ച ലെറ്ററിന്റെ കോപ്പി ആരുടെയെങ്കിലും കയ്യിലുണ്ടോ? യു ഹാവ് ഇറ്റ്, റൈറ്റ്? അങ്ങാടി പിതാവ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് ക്നാനായക്കാരന് മാത്രമാണോ അതിനകത്ത് മെമ്പർഷിപ്പ്? ക്നാനായക്കാരന് മാത്രമാണോ അതിൽ മെമ്പർഷിപ്പ്? അതെയോ ക്നാനായക്കാരന്റെ പുറത്തുനിന്ന് കല്യാണം കഴിച്ചാൽ ഇൻസിസ്റ്റ് ചെയ്താൽ അയാൾക്ക് മെമ്പർ കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഐ വാണ്ട് ടു ഹിയർ ഇറ്റ്. കാരണം ഇത് ക്രെഡിബിലിറ്റിയുടെ ഇഷ്യൂ ആണ്. Okay, the analysis of the statement, we understand that those Cranaites who marry non-Cranite spouses will not be excluded from the Cranite Parish and Mission. It is true that Syro-Malabar Parish Mission is open to welcome those Cranaites who marry non-Cranite spouses. If they wish, they can continue as members of the Cranite Parish and Mission, since family is one unit and its unity is important. His spouse and children will enjoy all pastoral and spiritual care from Cranite priest at Cranite Parish and Mission, where his and her spouse belongs. That's what the mission is. So I did not lie here. Okay? This community, ഈ പാരിഷിന്റെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് പുറത്തുനിന്ന് കല്യാണം കഴിച്ച കുട്ടികളതിന് ഒരു കാരണം കൂടെയുണ്ട്. അച്ഛനറിയാം, ഇവിടുത്തെ സീറോ മലബാർ ഡയസസിന്റെ പള്ളിയോഗ നടപടികൾ അനുസരിച്ച് ഭാര്യയും ഭർത്താവും പള്ളിയോഗത്തിലെ അംഗങ്ങളാണ്. ഇവിടെ ഒരു ഫാമിലി മെമ്പർഷിപ്പാണ്. അല്ലെന്ന് അച്ഛൻ പറയട്ടെ, ഭാര്യയും ഭർത്താവും പള്ളിയോഗ നടപടികളിലെ അംഗങ്ങളാണ്. ആ നിയമം ഇവിടെ നിലനിൽക്കുമ്പോൾ ഭർത്താവിനെ മാത്രമേ ഞാൻ ഉൾപ്പെടുത്തുള്ളൂ, ഭാര്യയെ ഉൾപ്പെടുത്തില്ല എന്ന് അങ്ങാടി പിതാവ് പറഞ്ഞാൽ ദാറ്റ് ബിക്കം ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇൻ ദിസ് കൺട്രി. ഓക്കെ, അതുകൊണ്ട് നമ്മൾ താടടച്ച് എന്നെ ഇത്രയും